പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ആഴ്ച നമ്മള് നെഹമ്യാവിന്റെ പുസ്തകം അത് പരിപൂർണമാക്കുവാനായിട്ട് ശ്രദ്ധിച്ചുവല്ലോ. ഈ ആഴ്ച എസ്തേറിന്റെ പുസ്തകം, പഴയ നിയമത്തിലെ എസ്തേർ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്ഞിയുടെ ജീവിതവും അതിലൂടെ യഹൂദയായിരുന്ന ഈ രാജ്ഞിയിലൂടെ യഹൂദന്മാർക്ക് വന്ന ഒരു വലിയ വിജയത്തെ പറ്റിയൊക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ധ്യാനിച്ച് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈ ഒരു പുസ്തകം മുഴുവനായിട്ടും ഇന്ന് ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇതൊരു സംഭവ കഥയാണ്. അതുകൊണ്ടൊരു കഥാരൂപത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി വ്യാഖ്യാനങ്ങൾ ഇതിനകത്ത് നൽകാനായിട്ടില്ല. പ്രത്യേകിച്ച് വേദപണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായത്തിൽ ഈ എസ്തേറിന്റെ പുസ്തകത്തെ പറ്റി പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: അവയിൽ ഒന്നാമത് ഇസ്രായേലിന്റെ ആത്മീയ ജീവിതവുമായി കാര്യമായ ഒരു ബന്ധവും ഇതിനില്ല എന്നാണ്. അത് ശരിക്കും നമ്മൾ വായിച്ചാൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവിടെ ചിലയിടങ്ങളിൽ ഉപവാസത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ മറ്റ് വലിയ പ്രാർത്ഥനകളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ദൈവനാമത്തെ പറ്റിയൊന്നും വലിയ ഒരു സംസാരങ്ങളോ അല്ലെങ്കിൽ ഒരു രേഖപ്പെടുത്തലുകളോ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. എസ്തേർ ഒരു യഹൂദ വനിതയാണ്. എസ്തേറിനെ പറ്റി പറയുമ്പോൾ ബെഞ്ചമിൻ ഗോത്രജനായ മൊർദെഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പിതൃ സഹോദരന്റെ മകളാണ് എസ്തേർ. അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയായിരുന്നു എസ്തേർ. പിന്നെ എസ്തേറിനെ വളർത്തിയത് ബെഞ്ചമിൻ ഗോത്രജനായ നെബൂഖദ്നേസർ രാജാവിന്റെ കാലഘട്ടത്തിൽ അടിമത്തത്തിലേക്ക് പിടിച്ച് കൊണ്ടുപോകപ്പെടുകയും പിന്നീട് എസ്ര നെഹമ്യാവിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പേർഷ്യയിൽ തന്നെ കഴിച്ചുകൂടുകയും ചെയ്ത അഹശ്വരൂസ് രാജാവിന്റെ കൊട്ടാരത്തിലെ അന്തഃപുര വിചാരകനായിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ സൂക്ഷിപ്പുകാരനായിരുന്ന ഒരു വ്യക്തിയുടെ വളർത്തു മകളാണ്. അതായത് മൊർദെഖായിയുടെ വളർത്തു മകളാണ് എസ്തേർ. ഈ എസ്തേറിന്റെ പുസ്തകം ഏത് കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടു എന്നതിന് ഇപ്പോഴും വലിയൊരു തർക്ക വിഷയമുണ്ട്. കാരണം 180 BC-യിലാണെന്ന് ചില വേദപണ്ഡിതന്മാരും അതുപോലെ തന്നെ ഇത് എസ്തേറിന്റെ പുസ്തകം പഠിക്കുവാൻ ശ്രമിക്കുന്നവരും അതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം ഇത് പുതിയ നിയമ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടതിന് ശേഷം, അതായത് യേശുക്രിസ്തുവിന് ശേഷമാണ് ഈ എസ്തേറിന്റെ പുസ്തകം എഴുതപ്പെട്ടതെന്ന് കൂടെ പറയുന്നുണ്ട്. കാരണം എസ്തേറിന്റെ പുസ്തകത്തിന്റെ ഒരു ഗ്രീക്ക് പതിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം പഴയ നിയമം എല്ലാം എഴുതപ്പെട്ടത് എബ്രായ ഭാഷയിലാണ്. എന്നാൽ ഈ എസ്തേറിന്റെ പുസ്തകത്തിന്റെ ഒരു ഗ്രീക്ക് പതിപ്പ് കിട്ടിയത് കൊണ്ട് ഇത് എഴുതപ്പെട്ടത് യേശുക്രിസ്തുവിന് ശേഷം, അതായത് സുവിശേഷങ്ങളും ലേഖനങ്ങളും എല്ലാം എഴുതിയതിന് ശേഷമാണെന്നൊരു അഭിപ്രായം ഒരു കൂട്ടര് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ എവിടെയും എസ്തേറിന്റെ പുസ്തകത്തെ പറ്റി ഒരിടത്തും കോട്ട് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് പുതിയ നിയമ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടതിന് ശേഷമാണെന്ന് അവര് അഭിപ്രായപ്പെടുന്നുണ്ട്.
പഴയ നിയമ കാലഘട്ടത്തിലാണെന്നും പറയുന്നുണ്ട്, പുതിയ നിയമത്തിന് ശേഷമാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തമായ ഒരു കാലഘട്ടം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഇതിന്റെ ഗ്രന്ഥകർത്താവും ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ വളർത്തുപിതാവായ മൊർദെഖായി തന്നെ ആയിരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും അത് പൂർണ്ണമായിട്ടും ആരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു സാധ്യത ഉണ്ട് എന്ന് മാത്രമേ അവരൊക്കെ അഭിപ്രായപ്പെടുന്നുള്ളൂ. 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഇത് ഒരു കഥാരൂപത്തിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ മതി. അതിലെ ഓരോ അധ്യായങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന കാര്യം ഈ സമയത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 1-ാം അധ്യായം. ആ 1-ാം അധ്യായത്തിൽ പേർഷ്യൻ രാജാവായ അഹശ്വേരോശിന്റെ കാലത്ത്, അതായത് BC 486 മുതൽ 465 വരെയുള്ള കാലഘട്ടം. BC 486 മുതൽ 465 വരെയുള്ള കാലഘട്ടമാണ് പേർഷ്യൻ രാജാവായ അഹശ്വേരോശിന്റെ കാലം. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം പേർഷ്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള സ്ഥലങ്ങളുടെ, അതായത് 127 സംസ്ഥാനങ്ങളുടെ ഭരണകർത്താവായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കൊട്ടാരമാണ് ആദ്യം കാണുന്നത്. ഈ കൊട്ടാരത്തിൽ ഒരു വലിയ വിരുന്ന് അദ്ദേഹം ഒരുക്കുകയാണ്. അതായത് ഈ രാജാവായതിനു ശേഷം 3 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി അദ്ദേഹം പേർഷ്യയിലും മേദിയയിലുമുള്ള, അല്ലെങ്കിൽ ഈ 127 സംസ്ഥാനങ്ങളിലെയും അധിപതികളെയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിലെ പ്രമുഖരെയും എല്ലാം വിളിച്ചു വരുത്തി വലിയൊരു വിരുന്ന് അവർക്ക് വേണ്ടി ഒരുക്കുകയാണ്. 7 ദിവസത്തെ വിരുന്നാണ് ഇവിടെ ഒരുക്കുന്നത്. അപ്പോൾ ഈ 7 ദിവസത്തെ വിരുന്നിൽ ഒത്തിരി പ്രമുഖരായ ആളുകൾ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ 7-ാം ദിവസം ഈ രാജാവ് തൻ്റെ രാജ്ഞിയായ വസ്തി എന്നാണ് പേര്, രാജ്ഞിയുടെ പേര് വസ്തി. ഈ വസ്തി രാജ്ഞി വളരെ സുന്ദരിയായ ഒരു രാജ്ഞിയാണ്. അതുകൊണ്ട് തന്നെ ഈ താൻ ക്ഷണിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രമുഖരായിരിക്കുന്ന വ്യക്തികളുടെ മുമ്പാകെ രാജ്ഞിയുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കണമെന്ന് വീഞ്ഞു കുടിച്ച് അതിന്റെ ലഹരിയിൽ ആയിരിക്കുന്ന രാജാവിന് ഒരു ആഗ്രഹം ഉണ്ടാവുകയും അതൊരു ദൂതൻ മുഖേന രാജ്ഞിയെ അറിയിക്കുകയും ചെയ്തപ്പോൾ ഈ വസ്തി രാജ്ഞി അത് നിഷേധിക്കുകയാണ്. അത് നിഷേധിച്ച് അങ്ങനെ രാജാവിന്റെ കൽപ്പന പ്രമാണിക്കാതെ അവള് ഈ പ്രമുഖന്മാരുടെ മുമ്പിൽ വരാതിരിക്കുകയും, അതേ സമയത്ത് തന്നെ രാജാവ് വലിയ കുപിതനായി തീർന്ന് അവിടെയുള്ള അദ്ദേഹത്തിന്റെ ആലോചന സഭയിലുള്ളവരോട് ഇത് പങ്കുവെച്ച് ഈ രാജ്ഞിയെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം രാജ്ഞി പദത്തിൽ നിന്നും ഈ വസ്തിയെ പൂർണ്ണമായിട്ടും പിന്തള്ളുകയാണ്. അതാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ വസ്തി രാജ്ഞിയുടെ രാജ്ഞീപദം നഷ്ടപ്പെടുത്തിയതിനു ശേഷം പുതിയ ഒരു രാജ്ഞിയെ തെരഞ്ഞെടുക്കാൻ തക്കവണ്ണം ഈ രാജാവ് ഈ 127 സംസ്ഥാനങ്ങളിലുമുള്ള ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവിടങ്ങളിലേക്ക് ഈ നല്ല സുന്ദരിമാരായ കന്യകമാരെ സെലക്ട് ചെയ്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കുറച്ച് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്യുന്നതിനെ പറ്റിയാണ് 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഈ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഏറെ അതിസുന്ദരികളായ സുഭഗികളായ കുറെ കന്യകമാരെ സെലക്ട് ചെയ്ത് രാജകൊട്ടാരത്തിൽ കൊണ്ടുവരുന്നതിനെ പറ്റിയും, അതോടൊപ്പം തന്നെ യഹൂദനായ മൊർദെഖായി ആ രാജകൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വളർത്തു മകളും വളരെ സുന്ദരിയായ, അല്ലെങ്കിൽ കാഴ്ചയിൽ നല്ല അതിഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ്. അതാണ് എസ്തേർ. എസ്തേറിനെ ഈ രാജാവിന്റെ മുമ്പാകെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 2 വർഷ കാലഘട്ടം ഇവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ട് അവസാനം 2 വർഷങ്ങൾക്ക് ശേഷം രാജാവ് ഈ കന്യകമാരിൽ നിന്ന് എസ്തേറിനെ
അടുത്ത രാജ്ഞിയായിട്ട് സെലക്ട് ചെയ്യുകയാണ്. അതാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് രാജാവിന്റെ കൊട്ടാരത്തിന്റെ വാതിൽ കാവൽക്കാരായ ബിഷ്ദാനും തേരശും രാജാവിനെ രഹസ്യമായിട്ട് കൊല്ലാനായിട്ട് പദ്ധതിയിടുന്നതിനെ പറ്റി അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതായത് രാജ്ഞിയെ തെരഞ്ഞെടുത്തതിന് ശേഷം രാജാവിന്റെ കൊട്ടാരത്തിലെ വാതിൽ കാവൽക്കാര് രാജാവിനെ രഹസ്യത്തിൽ കൊലപ്പെടുത്താനും രാജ്യം കീഴ്പ്പെടുത്താനുമുള്ള ഒരു പരിശ്രമം നടത്തുന്നത്, അതിനെപ്പറ്റിയുള്ള ഒരു തീരുമാനം എടുക്കുന്നതിനെ പറ്റി അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് മൊർദെഖായി മനസ്സിലാക്കുകയും മൊർദെഖായി എസ്തർ രാജ്ഞിയെ അറിയിച്ച് അതിലൂടെ രാജാവിനെ ഇത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ രാജാവ് ആളയച്ച് ഈ രണ്ടുപേരെയും വരുത്തി അവരെ വിസ്തരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ശരിയാണെന്ന് ബോധ്യം വന്നു. അവരെ രണ്ടുപേരെയും ഏറ്റുന്ന ഭാഗമാണ് രണ്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗം. അപ്പൊ ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് രാജാവ് വലിയൊരു വിരുന്നൊരുക്കുന്നു, അതിനകത്ത് ഒത്തിരി പ്രമുഖരെ വിളിച്ചു വരുത്തുന്നു, രാജ്ഞിയെ ഇവരുടെ മുമ്പിൽ രാജ്ഞിയുടെ സൗന്ദര്യം ഒന്ന് പ്രദർശിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഇദ്ദേഹം അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചെങ്കിലും രാജ്ഞി അത് നിഷേധിക്കുന്നു. അതിലൂടെ വസ്തി എന്ന രാജ്ഞിയെ ആ രാജ്ഞി പദത്തിൽ നിന്നും ഒഴിവാക്കുകയും രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ ഒരു രാജ്ഞിയെ കണ്ടെത്താൻ തക്കവണ്ണം തന്റെ പ്രവശ്യയിലുള്ള അനേക ദേശങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിച്ച് അനേക കന്യകമാരെ, സൗന്ദര്യമുള്ള അനേക കന്യകമാരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് 2 വർഷക്കാലത്തോളം വീണ്ടും അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് 2 വർഷങ്ങൾക്ക് ശേഷം ഒരു രാജ്ഞിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിൽ രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവളായി എസ്തർ പരിഗണിക്കപ്പെടുകയും അവൾ രാജ്ഞിയായി തീരുകയും ചെയ്യുകയാണ്. അവസാനം രണ്ടാം അധ്യായത്തിന്റെ അവസാനം രാജാവിനെ വധിക്കാനുള്ള ഗൂഢാലോചന മൊർദെഖായി, അതായത് എസ്തേറിന്റെ വളർത്ത പിതാവ് ആ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായ ഈ മനുഷ്യൻ കണ്ടെത്തുകയും അത് രാജാവിനെ ബോധിപ്പിക്കുകയും രാജാവ് ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും രാജാവിനെ കൊല്ലുവാൻ പദ്ധതിയിട്ട ഈ രണ്ടുപേരെയും വധിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാം അധ്യായം. പിന്നീട് മൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രാജാവിന്റെ അതിവിശ്വസ്തനായ ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. അത് ഹാമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹാമാൻ. ഈ ഹാമാനിൽ ഭയങ്കര വിശ്വാസമാണ് രാജാവിന്. അത് മാത്രമല്ല രാജാവിന്റെ എല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹം ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ആരുടെയും അനുമതി കൂടാതെ വളരെ നിഷ്പ്രയാസം കടന്നു വരുവാനും രാജാവിനോട് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു അധികാരം കൂടെ ഈ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് ഇദ്ദേഹത്തിന് ഉന്നതമായ പദവിയും വീണ്ടും സ്ഥാനക്കയറ്റവും രാജാവ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഉന്നതമായ പദവിയും സ്ഥാനക്കയറ്റവും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഹാമാൻ രാജകൊട്ടാരത്തിലേക്ക് കടന്നു വരുമ്പോ ഈ അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും, അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഈ ഹാമാനെ കുമ്പിട്ട് വന്ദിക്കുന്ന ഒരു പതിവുണ്ടായി. ഹാമാൻ എപ്പോ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നാലും അവിടെയുള്ള ഭൃത്യന്മാരും ഉദ്യോഗസ്ഥരും ഹാമാന്റെ മുമ്പാകെ കുമ്പിട്ട് അദ്ദേഹത്തെ നമസ്കരിക്കും. എന്നാൽ മൊർദെഖായി എന്ന യഹൂദൻ മാത്രം, അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥനായ ഈ യഹൂദനായ മൊർദെഖായി മാത്രം ആരെ കുമ്പിടില്ല? ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കുകയില്ല. അപ്പൊ അത് ഹാമാൻ അറിഞ്ഞപ്പോൾ ഹാമാന് വലിയ ദേഷ്യവും വലിയ പകയും മൊർദെഖായിയോട് ഉണ്ടാവുകയാണ്. പിന്നീട് മൊർദെഖായിയെ നശിപ്പിക്കാനായിട്ട് അദ്ദേഹം പദ്ധതി ഇടുമ്പോൾ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാ മൊർദെഖായിയെ മാത്രം നശിപ്പിക്കുന്നത്? മൊർദെഖായിയുടെ വംശം, അതായത് ആ കാലഘട്ടത്തിൽ പേർഷ്യയിൽ വിവിധ ഇടങ്ങളിൽ യഹൂദന്മാര് തിങ്ങി പാർക്കുന്നുണ്ട്. അതായത് ഈ ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു പോകാതെ ഈ പേർഷ്യയിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒട്ടനവധി യഹൂദന്മാരുണ്ട്. പ്രത്യേകിച്ച് രാജാവിന്റെ തലസ്ഥാനമായ ശൂഷൻ രാജധാനിയിൽ ഈ ഭാഗത്ത് ഒത്തിരി യഹൂദന്മാരുണ്ട്. അപ്പൊ ഈ യഹൂദന്മാരുടെ എല്ലാവരെയും നിഗ്രഹിക്കാനായിട്ട് ഹാമാൻ പദ്ധതിയിടുക മാത്രമല്ല, അതിനുവേണ്ടി രാജാവിന്റെ അടുത്ത് ചെന്ന് കുറെ കള്ള കഥകൾ യഹൂദന്മാരെ പറ്റി പറഞ്ഞു കേൾപ്പിക്കുകയും യഹൂദ ജനതയെ കൊന്നുകളയാനുള്ള ഒരു വലിയ ഒരു രാജകൽപ്പന
രാജാവിന്റെ മുദ്രമോതിരം പതിപ്പിച്ച രാജകൽപ്പന ഇദ്ദേഹം സ്വന്തമാക്കുകയും അതിനുശേഷം പേർഷ്യയിലെ വിവിധ ദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് 127 സംസ്ഥാനങ്ങളിലേക്കും ഇതിന്റെ എല്ലാം കോപ്പി കൊടുത്തയക്കുകയും യഹൂദന്മാരെ ഇന്ന ഡേറ്റിന് എല്ലാവരെയും കൊന്നുകളയണം എന്നുള്ള ഒരു തീരുമാനം അവരെ അറിയിക്കുകയും ചെയ്യുന്നതാണ് 3-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതറിഞ്ഞ മൊർദെഖായിയും അതുപോലെ തന്നെ യഹൂദന്മാരും, ഇങ്ങനെ ഒരു രാജ വിളംബരം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു രാജാവിന്റെ കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ ഇവര് മൊർദെഖായിയും അതുപോലെ തന്നെ പല യഹൂദന്മാരും ഒന്നിച്ചു കൂടുകയും അവര് രട്ടെടുത്ത് ചാരത്തിൽ ഇരുന്ന് വെണ്ണീറിൽ ഇരുന്ന് ഉപവാസം എടുക്കുകയൊക്കെ ചെയ്തു എന്ന് ഇവിടെ 4-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മൊർദെഖായി ഈ യഹൂദന്മാരെ രക്ഷിക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. അതില് അദ്ദേഹത്തിന് ഏറ്റവും എളുപ്പവഴി എന്താണെന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹം വളർത്തിയ, അദ്ദേഹത്തിന്റെ മകൾക്ക് തുല്യമായിട്ട് വളർത്തി കൊണ്ടുവന്നവൾ ഇന്ന് രാജാവിന്റെ രാജ്ഞി പദത്തിൽ എവിടെയുണ്ട്? കൊട്ടാരത്തിനകത്ത് ഉണ്ട്. അതുകൊണ്ട് ഈ രാജ്ഞിയെ സമീപിക്കുക, അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാനുള്ള പ്രേരണ നൽകുകയാണ്. അപ്പൊ ആദ്യം ഈ എസ്തർ ഇതിന് ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ, രാജാവ് കൽപ്പിച്ചിട്ടല്ലാതെ രാജകൊട്ടാരത്തിലുള്ള ആർക്കും രാജാവിന്റെ മുമ്പാകെ പോയി നിൽക്കാനായിട്ട് അനുവാദമില്ല. അങ്ങനെ പോയി നിന്നാൽ ഇനി രാജാവിന് അനുകമ്പ തോന്നി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ചെങ്കോലുണ്ട്, ആ ചെങ്കോല് നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. എന്നാൽ രാജാവ് ചെങ്കോല് നീട്ടാതെ കുപിതനായി തീർന്ന് അവരെ കൊന്നുകളയുക എന്നുള്ള രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ രാജ്ഞി പറയുകയാണ്, എന്നെ രാജാവ് ഇത് കഴിഞ്ഞ 30 ദിവസമായിട്ട് എന്നെ രാജാവ് ഇതുവരെയും അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം പറയാൻ ഞാൻ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്നെ രാജാവ് കോപത്തോടുകൂടെ നശിപ്പിച്ച് കളയാനായിട്ട് സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ മൊർദെഖായി അല്പം രോഷത്തോടുകൂടെ തന്റെ വളർത്ത മകളോട് ഇടപെടുകയാണ്. അവളോട് പറയുകയാണ്, നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്ത് നിന്ന് രക്ഷയും ഉണ്ടാകും എന്ന് എസ്തേറിനോട് പറയുകയാണ്. അപ്പോ എസ്തേർ ഇത് കേട്ടപ്പോ അവൾക്ക് തന്റെ വളർത്തുപിതാവിന്റെ വാക്കുകളും ആ വേദനകളും മനസ്സിലായപ്പോ എസ്തേർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ ശൂശാൻ ഭാഗത്ത് താമസിക്കുന്ന എല്ലാ യഹൂദന്മാരും മൊർദെഖായിയും അടക്കം, അതോടൊപ്പം തന്നെ ഞാനും എൻ്റെ ദാസിമാരും അടുത്ത 3 ദിവസത്തേക്ക് ജലപാനം ചെയ്യാതെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ആവശ്യം എസ്തേർ രാജ്ഞി മൊർദെഖായിയോട് അറിയിക്കുകയാണ്. പിന്നീട് ആ അധ്യായത്തിൽ പിന്നീട് നമ്മൾ അതാണ് കാണുന്നത്. അവര് 3 ദിവസം ഉപവാസം എടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണ് പിന്നെ 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുന്നത്. പിന്നീട് 5-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. 5-ാം അധ്യായത്തിൽ ഈ 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം എസ്തേർ രാജ്ഞി രാജാവ് വിളിക്കാതെ തന്നെ രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അഭിമുഖമായിട്ട് ചെല്ലുവാനായിട്ട് പോവുകയും അങ്ങനെ ചെന്ന് കഴിയുന്ന സമയത്ത് രാജാവ് അവളുടെ നേരെ ചെങ്കോല് നീട്ടുകയും എന്നിട്ട് രാജാവ് വളരെ സ്നേഹത്തോടുകൂടെ ഈ രാജ്ഞിയോട് ഇടപെടുകയും ചെയ്യുന്നതിനെ പറ്റിയാണ് 5-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ രാജ്ഞിയെ കണ്ടപ്പോ അദ്ദേഹം കോപിക്കുന്നില്ല, മറിച്ച് ഉപവാസത്തിന്റെ ശക്തി കൊണ്ടായിരിക്കാം രാജാവിന്റെ മനസ്സ് മാറി എസ്തേറിനോട് സ്നേഹപൂർവ്വം ഇടപെട്ടിട്ട് അവളോട് പറയുകയാണ്, എന്താണ് നിന്റെ ആവശ്യം? എന്താണെങ്കിലും നിനക്ക് ചോദിക്കാം, രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും ഞാൻ നിനക്ക് തരാമെന്ന് ആ സാഹചര്യത്തിൽ രാജ്ഞിയോട് രാജാവ് പറയുകയാണ്. പക്ഷെ എസ്തേർ ആവശ്യപ്പെടുന്നത് മറ്റൊരു വിചിത്രമായ ഒരു കാര്യമാണ്. യഹൂദന്മാരുടെ കാര്യം ഡയറക്റ്റ് ആയിട്ട് പറയുകയല്ല ചെയ്യുന്നത്. വേണമെങ്കിൽ പറയാമായിരുന്നു, പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത്. മറിച്ച് എസ്തേർ ഈ രാജാവിനോട് പറയുകയാണ്, രാജാവും
അതോടൊപ്പം തന്നെ ഹാമാനും എസ്തേർ രാജ്ഞി ഒരുക്കുന്ന വിരുന്നിലേക്ക് നാളെ വന്ന് സംബന്ധിക്കണമെന്ന് ഒരാവശ്യമാണ് അറിയിക്കുന്നത്. അത് അറിയിച്ചപ്പോൾ തന്നെ രാജാവ് അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം അതോടുകൂടെയാണ് ഈ ഒന്നാമത്തെ 5-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഈ വിരുന്നിൽ പ്രത്യേകിച്ച് വീഞ്ഞൊക്കെ കൊടുത്ത് ഒരു നല്ലൊരു വിരുന്നാണ് എസ്തേർ രാജ്ഞിക്കും ഹാമാനും വേണ്ടി ഒരുക്കുന്നത്. ഈ വിരുന്നിൽ പങ്കെടുക്കുന്നതാണ് 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം. അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് എന്താണ് ആവശ്യം? രാജ്യത്തിന്റെ പകുതിയാണെങ്കിലും നിനക്ക് തരാമെന്ന് എസ്തേറിനോട് രാജാവ് ഹാമാന്റെ മുമ്പിൽ വെച്ച് പറയുകയാണ്. പക്ഷെ രാജ്ഞി വീണ്ടും ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. രാജാവിന് തിരുമനസ്സാവുകയാണെങ്കിൽ നാളെ ഞാൻ ഒരുക്കുന്ന വിരുന്നിൽ രാജാവും ഹാമാനും ഇന്ന് വന്നതുപോലെ തന്നെ പങ്കെടുക്കണമെന്ന് ഒരപേക്ഷ നടത്തിയപ്പോൾ രാജാവ് അത് വീണ്ടും സ്വീകരിക്കുകയാണ്. പിറ്റേ ദിവസത്തെ വിരുന്നിന്റെ ക്രമീകരണത്തെ പറ്റി ഒക്കെയാണ് 6-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം എസ്തേർ രാജ്ഞി രാജാവിന്റെ മുമ്പാകെ ചെന്നു നിൽക്കുകയും രാജാവ് ചെങ്കോൽ നീട്ടി അവളിൽ സംപ്രീതിയായി അവളെ സ്വീകരിക്കുകയും അവളോട് എന്താണ് നിനക്ക് വേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുകയും ചെയ്യുകയാണ്. രാജ്ഞി ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്. രാജാവ് രാജ്യത്തിന്റെ പകുതിയെങ്കിലും തരാമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും ചോദിക്കാതെ നാളെ ഞാനൊരു വിരുന്ന് ഒരുക്കുന്നുണ്ട്, ആ വിരുന്നിൽ അങ്ങും ഹാമാനും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ വിരുന്നിൽ രണ്ടുപേരും പങ്കെടുക്കുന്നതും അവസാനം തൊട്ടടുത്ത ദിവസം ഒരു വിരുന്ന് കൂടെ നടത്തുന്നുണ്ട്. അതിനകത്തും രാജാവും ഹാമാനും പങ്കെടുക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് 5-ാം അധ്യായത്തിൽ നമുക്ക് എസ്തേർ രാജാവിനോട് നടത്തുന്നത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. 6-ാം അധ്യായം 1-ാം ദിവസത്തെ വിരുന്നിന് ശേഷം രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുന്ന രാജാവിനെയാണ് 6-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതായത് അദ്ദേഹം 1-ാം ദിവസത്തെ വിരുന്ന് കഴിഞ്ഞ് രാത്രിയിൽ പോയി കിടന്നു. അദ്ദേഹത്തിന് പക്ഷെ ഉറക്കം വരുന്നില്ല. അപ്പൊ അദ്ദേഹം അവിടെയുള്ള ഭൃത്യന്മാരെ അയച്ചിട്ട് ആ കൊട്ടാരത്തിൽ ദിനവൃത്താന്ത പുസ്തകം ഉണ്ട്. അതായത് രാജാവായ കാലഘട്ടം മുതൽ എല്ലാ കാര്യങ്ങളും, എല്ലാ ദിവസത്തെ കാര്യങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതി വെപ്പിക്കാറുണ്ട്. അത് നമ്മുടെ വേദപുസ്തകത്തിലും കാണാം. ദിനവൃത്താന്ത പുസ്തകം എന്നുള്ള 2 പുസ്തകങ്ങൾ കാണാനായിട്ട് സാധിക്കും. അത് ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ ഒരു രീതിയായിരുന്നു. അതായത് അവരുടെ ഓരോ ദിനത്തിലും സംഭവിക്കുന്ന കാര്യങ്ങൾ അത് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത്. ആ ദിനവൃത്താന്ത പുസ്തകം എടുത്തുകൊണ്ടുവരുവാനായിട്ട് പറയുകയും അത് വായിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ വായിച്ച് അത് കേട്ടുകൊണ്ട് രാജാവ് ഇരിക്കുമ്പോഴാണ് പണ്ട് നടന്ന ഒരു കാര്യം രാജാവ് കേൾക്കാൻ ഇടയാകുന്നത്. അത് മറ്റൊന്നുമല്ല, 1-ാം അധ്യായത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ചിന്തിച്ച ഒരു ഭാഗമാണ്. അതായത് കൊട്ടാരത്തിലെ കാവൽക്കാർ മുഖാന്തരം ചതിയിൽപ്പെട്ട് കൊല്ലപ്പെടാനുള്ള സാധ്യത കടന്നു വന്നപ്പോ അതിൽ നിന്ന് മൊർദെഖായി രക്ഷിക്കുന്ന കാര്യമാണ് ആ ദിനവൃത്താന്ത ഭാഗത്തു നിന്ന് അദ്ദേഹം വായിച്ച് കേൾക്കുന്നത്. അപ്പൊ രാജാവ് ഭൃത്യന്മാരോട് ചോദിക്കുകയാണ്, എന്നിട്ട് മൊർദെഖായിക്ക് ഒരു വിധത്തിലുള്ള സമ്മാനങ്ങളോ സ്ഥാനക്കയറ്റമോ കൊടുത്തില്ലയോ? അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലേ? അപ്പോ ഈ ഭൃത്യന്മാര് പറയുകയാണ്, അദ്ദേഹത്തെ ഒരു തരത്തിൽ ബഹുമാനിക്കുകയോ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ രാജാവ് അദ്ദേഹത്തെ മൊർദെഖായിയെ പ്രത്യേകമായിട്ട് ഉയർന്ന സ്ഥാനങ്ങളും പദവികളും കൊടുക്കാനും അതിന് അനുസരിച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കാനുമുള്ള ആഗ്രഹത്തോടുകൂടെ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് രാജകൊട്ടാരത്തിന്റെ പുറത്ത്, അതായത് പിറ്റേ ദിവസം രാജകൊട്ടാരത്തിന്റെ പുറത്ത് ഹാമാൻ വന്ന് രാജാവിനെ കാണാനായിട്ട് വന്നു എന്ന് ഭൃത്യന്മാർ അറിയിച്ചപ്പോ ഹാമാനെ എത്രയും പെട്ടെന്ന് വിളിപ്പിച്ച് അന്തഃപുരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഹാമാൻ അകത്തേക്ക് പ്രവേശിച്ചപ്പോ ഹാമാനോട് രാജാവ് ചോദിക്കുകയാണ്, രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുരുഷന് എന്തെല്ലാം ബഹുമതികൾ കൊടുക്കണമെന്നാണ് ഹാമാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഹാമാനോട് ചോദിക്കുക. രാജാവിന് ആഗ്രഹമുണ്ട് ഒരു പുരുഷനെ ആദരിക്കണം. അത് മൊർദെഖായിയാണ്, പക്ഷെ അത് ഹാമാൻ അറിയില്ല. അപ്പൊ ഹാമാനോട് ചോദിക്കുകയാണ്, ഞാനൊരു ആളെ ആദരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പുരുഷനെ, അതുകൊണ്ട്
ഞാൻ ഏത് വിധത്തിൽ അവനെ ആദരിക്കണമെന്ന് നീ എന്നോട് പറയണമെന്ന് ഹാമാനോട് പറയുമ്പോൾ ഹാമാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, രാജാവ് എന്നെ അല്ലാതെ മറ്റാരെയാണ് ആദരിക്കുക? ഇപ്പൊ ഞാനാണ് രാജാവിന്റെ മുമ്പാകെ വളരെ ശ്രേഷ്ഠനും രാജാവിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുമായിട്ട് നിലകൊള്ളുന്നു. അതുകൊണ്ട് രാജാവ് എന്നെ മാത്രമേ ആദരിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ രാജാവിനോട് പറയുകയാണ്, രാജാവെ, അങ്ങയുടെ രാജവസ്ത്രം ഒന്നാമതായി ആ വ്യക്തിയെ ധരിപ്പിക്കണം. രണ്ടാമത് അദ്ദേഹത്തിന് രാജാവിന്റെ കിരീടം അണിയിക്കണം. പിന്നീട് രാജാവ് സഞ്ചരിക്കുന്ന ആ കുതിരവാഹനത്തിൽ, കുതിരയുടെ ആ രഥത്തിൽ ഈ വ്യക്തിയെ ഇരുത്തുകയും ഈ രാജ്യത്തിന്റെ പ്രമുഖമായ സ്ഥാനങ്ങളിലൂടെ സഞ്ചരിപ്പിച്ച് അവിടെ രാജാവ് ബഹുമാനിക്കുന്ന, രാജാവ് ആദരിക്കുന്ന വ്യക്തിയാണ് ഇത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യണമെന്ന് രാജാവിനോട് പറയുകയാണ്. അപ്പൊ ഹാമാന്റെ ഉള്ളിൽ അപ്പോഴുള്ള ആ ചിന്ത, ഹാമാനാണ് ആദരിക്കപ്പെടേണ്ട വ്യക്തി എന്നാണ്. പക്ഷെ ഹാമാൻ അറിയുന്നില്ല, ഹാമാന്റെ ഹൃദയത്തിൽ ഏറ്റവും വൈരാഗ്യത്തോടുകൂടെ ഹാമാൻ കാണുന്ന മൊർദെഖായിയെയാണ് രാജാവ് ആദരിക്കാനായിട്ട് പോകുന്നതെന്ന് ഹാമാൻ മനസ്സിലാക്കുന്നില്ല. അവസാനം രാജാവ് വെളിപ്പെടുത്തുകയാണ്, അങ്ങനെയെങ്കിൽ നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് മൊർദെഖായിയെ വിളിക്കാനായിട്ട് കൽപ്പിക്കുകയാണ്. അപ്പൊ ഈ ഹാമാൻ അതിനു മുമ്പ് തന്നെ തന്റെ വീട്ടിൽ ചെന്ന് ഈ മൊർദെഖായിയെ കൊന്നുകളയാൻ വേണ്ടി വലിയൊരു കഴുമരം എല്ലാം ക്രമീകരിച്ചിട്ടാണ് കൊട്ടാരത്തിൽ വന്ന് രാജാവിനോട് അനുവാദം വാങ്ങി മൊർദെഖായിയെ കൊല്ലാനായിട്ട് ഉള്ള കൽപ്പന വാങ്ങി കൊണ്ടുപോയി കൊല്ലാനുള്ള പദ്ധതിയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് രാജാവ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വളരെ ലജ്ജിതനായി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇപ്പൊ രാജ്ഞിയും ബാക്കി ഹാമാന്റെ ഭാര്യയും കൂടെയുള്ളവരും ഹാമാന്റെ മനസ്സിന്റെ ധൈര്യം വീണ്ടും കെടുത്തി കളയുകയാണ്. കാരണം നിന്റെ ശത്രുവിന് ഇപ്പോ നിന്നേക്കാൾ ഉയർന്നൊരു പദവിയും അതുപോലെ തന്നെ രാജാവിനോട് കൂടുതൽ അടുപ്പവും ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് നാളെ എന്ത് വേണേലും സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് ഹാമാന്റെ മനസ്സിന്റെ ധൈര്യം കെടുത്തുകയാണ്. അപ്പോഴാണ് രണ്ടാം ദിവസമായ അന്ന് ഹാമാനെ രാജാവിനെയും ഈ വിരുന്നിലേക്ക്, എസ്തർ രാജ്ഞിയുടെ രണ്ടാം ദിവസത്തെ വിരുന്നിലേക്ക് ക്ഷണിക്കാനായിട്ട് ആളുകൾ വന്നു. അങ്ങനെ ഹാമാനും അതുപോലെ തന്നെ രാജാവും എസ്തർ രാജ്ഞിയുടെ വിരുന്നിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് നിന്റെ ആവശ്യം? അതാണ് പിന്നീട് നമ്മൾ 7-ാം അധ്യായത്തിൽ കാണുന്നത്. എന്താണ് നിന്റെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ ഈ എസ്തർ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ്. അതായത് അവള് യഹൂദ വനിതയാണെന്നും അതുപോലെ മൊർദെഖായി തന്റെ പിതാവിന്റെ സഹോദരനാണെന്നും പിതൃതുല്യനാണെന്നും യഹൂദന്മാരെ കൊന്നുകളയാൻ ഉള്ള പദ്ധതി രാജാവിന്റെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചതിന്റെ കാര്യമൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് തന്റെ ജനത്തെ രക്ഷിക്കണമെന്നും അവര് ഒരു തരത്തിലും രാജാവിനോ രാജ്യത്തിനോ എതിരായി പ്രവർത്തിക്കുന്നവരല്ലെന്നൊക്കെ രാജാവിനോട് പറയുകയാണ്. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും യഹൂദന്മാരെ കൊന്നുകളയാൻ എന്ത് സാഹചര്യമാണ് ഉണ്ടായതെന്നും രാജ്ഞി ഹാമാനെതിരെ കുറ്റാരോപണം നടത്തുമ്പോൾ രാജാവ് വളരെ കുപിതനായി ഹാമാനോട് ഇടപെടുകയാണ്. അങ്ങനെ ഹാമാൻ അവിടുന്ന് ഇറങ്ങിപ്പോവുകയും അദ്ദേഹം ആ വീട്ടിൽ ചെന്ന് സ്വയം തൂങ്ങി മരിക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് ആ അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഹാമാന്റെ കുടുംബത്തെ മുഴുവനും രാജാവ് തൂക്കിലേറ്റുകയാണ്. ഹാമാനെ അടക്കം ബാക്കി എല്ലാവരെയും രാജാവ് തൂക്കിലേറ്റുകയാണ് 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 8-ാം അധ്യായത്തിൽ യഹൂദന്മാരെ കൊന്നൊടുക്കുവാൻ ഹാമാൻ രാജാവിൽ നിന്ന് കരസ്ഥമാക്കിയ ആ കൽപ്പനയും അതുപോലെ തന്നെ ആ വിളംബരവും റദ്ദ് ചെയ്യാനുള്ള പുതിയൊരു കൽപ്പന രാജാവിന്റെ കയ്യിൽ നിന്ന് മൊർദെഖായി സ്വന്തമാക്കുകയും അത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ദേശങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് 8-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. അവസാനം 9-ാം അധ്യായം ഇത് യഹൂദന്മാര് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ ദിവസങ്ങളിൽ അവര് രക്ഷപ്പെട്ടതിന്റെ ഓർമ്മ ആചരിക്കാൻ തക്കവണ്ണം അടുത്ത വർഷങ്ങളിൽ പുരീം പെരുന്നാൾ എന്ന് പറയപ്പെടുന്ന ഒരു പെരുന്നാൾ ആചരിക്കാനായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും പിന്നീടുള്ള വർഷങ്ങളിൽ യഹൂദന്മാര് ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും അന്ന് യഹൂദന്മാർക്ക് ലഭിച്ച രക്ഷയെ ഓർക്കുകയും
അന്ന് പരസ്പരം ഭക്ഷണം കൈമാറുകയും അതുപോലെ തന്നെ സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ഒരു പതിവ് യഹൂദന്മാരുടെ ഇടയിൽ നിലവിൽ വരികയും ചെയ്യുന്നതാണ് 9-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. 10-ാം അധ്യായത്തിൽ പിന്നീട് ഹാമാന്റെ പദവി മൊർദെഖായിക്ക് ലഭിക്കുകയാണ്. അതായത് രാജാവ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പുരുഷനായിട്ട് ആ രാജ്യത്തിലെ രണ്ടാമത്തെ വ്യക്തിയായിട്ട് മൊർദെഖായിയെ പരിഗണിക്കുകയും അദ്ദേഹത്തെ രാജസിംഹാസനത്തിന് അടുത്ത് ഉപവിഷ്ടനാക്കുകയും ചെയ്യുന്നതിലൂടെ ഈ പുസ്തകം അവസാനിക്കുകയാണ്. ഇതൊരു കഥയാണ്. അതായത് നമുക്കറിയാം, ആദ്യം മുതൽ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. ഒരിക്കൽ കൂടെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. ഒന്ന്, മൊർദെഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്ന് പിടിക്കപ്പെട്ടു വന്ന യഹൂദനായ മനുഷ്യൻ, യെരുശലേമിൽ നിന്ന് പിടിക്കപ്പെട്ടു വന്ന വ്യക്തിയാണ്. ഇദ്ദേഹം പേർഷ്യൻ രാജാവായ അഹശ്വേരോസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാമാൻ അദ്ദേഹത്തിനെതിരാവുകയും അതേ സമയത്ത് അവിടുത്തെ രാജ്ഞി എസ്തർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, അതിന്റെ സാഹചര്യങ്ങൾ അറിയാം. ഈ ഹാമാൻ മുഖാന്തരം മൊർദെഖായിയും യഹൂദ ജനം മുഴുവനും നാശത്തിലേക്ക് പോകാൻ ഇടയായി തീരുകയും ചെയ്യുകയാണ്. അതിനിടയ്ക്ക് രാജ്ഞിയായ എസ്തർ ഇടപെടുകയും പിന്നീട് അവരുടെ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടൊക്കെ രാജാവിന് കാര്യങ്ങൾ മനസ്സിലായി ഹാമാനെയും കുടുംബത്തെയും വധിക്കുകയും പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ പിന്നീടുള്ള വർഷങ്ങളിൽ ഇതിലൊരു പെരുന്നാളായി, പുരീം എന്ന പേരിൽ ഒരു പെരുന്നാളായി ആചരിക്കുകയും ചെയ്യുന്നതിനെ പറ്റിയും ഏറ്റവും അവസാനം മൊർദെഖായിയെ ആ കൊട്ടാരത്തിലെ രാജാവിന് ശേഷമുള്ള രാജ്യത്തിൽ തന്നെ രാജാവിന് ശേഷമുള്ള വലിയൊരു ബഹുമതി അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ആത്മീയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഇത് യഹൂദന്മാർക്ക് ഇടയിൽ ഉണ്ടായ ഒരു സംഭവം, പ്രത്യേകിച്ച് പേർഷ്യയിൽ അടിമകളായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവ കഥയാണ്. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നത്, അതിനകത്ത് ഒരു ഉപവാസത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ നാമത്തെ പറ്റിയോ പ്രാർത്ഥനയെ പറ്റിയോ ഒന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അവർ രക്ഷപ്പെട്ടത് ഒരു വനിതയിലൂടെയാണ്. പ്രത്യേകിച്ച് യഹൂദ വനിതമാർക്ക് വലിയൊരു പ്രാധാന്യം ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ എസ്തേറിന്റെ പുസ്തകം ഈ വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിലെ ഒരു പുസ്തകമായിട്ട് പരിഗണിക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് അത്ര മഹത്തായ ഒരു രക്ഷയും ഒരു വിജയവും എസ്തേറിലൂടെ ലഭിച്ചതുകൊണ്ട് എസ്തേറിനെ അവർ പ്രത്യേകമായിട്ട് ആദരിക്കുകയാണ്. അങ്ങനെ ഈ ഭാഗം അവസാനിക്കുകയാണ്. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇതിനെല്ലാം കാരണമായത് മൊർദെഖായി ഹാമാനെ കുമ്പിട്ട് വണങ്ങാതിരുന്നതും ആണ്. എന്തുകൊണ്ടാണ് മൊർദെഖായി കുമ്പിട്ട് വണങ്ങാതിരുന്നത്? അതിന്റെ ഒരു കാരണം ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. രാജാവ്, അവിടെ നെബൂഖദ്നേസർ രാജാവാണെന്ന് എനിക്ക് തോന്നുന്നത്, നെബൂഖദ്നേസർ രാജാവ് വലിയൊരു സ്വർണ്ണ ബിംബം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ കുമ്പിട്ട് ആരാധിക്കാനായിട്ട് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ അതിനെ വണങ്ങാനായിട്ട് പറഞ്ഞപ്പോ, ദാനിയേലും കൂടെയുള്ള 3 വ്യക്തികളും 3 പൈതങ്ങളും എന്ത് ചെയ്യുന്നില്ല, കുമ്പിട്ട് ആരാധിക്കുന്നില്ല. അതിന്റെ കാരണം അവർ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ മുമ്പാകെ അല്ലാതെ മറ്റാരുടെയും മുമ്പാകെ കുമ്പിടുകയോ മറ്റാരെയും ദൈവമായിട്ട് പരിഗണിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ അവർ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ മൊർദെഖായിയും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യാതിരുന്നത്. അദ്ദേഹത്തിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ മാത്രമേ കുമ്പിട്ട് നമസ്കരിക്കൂ എന്നുള്ള ഒരു തീരുമാനമായിരിക്കാം ഒരുപക്ഷെ ഹാമാന്റെ മുമ്പാകെ കുമ്പിട്ട് നമസ്കരിക്കാനായിട്ട് ഇദ്ദേഹത്തിന് വിമുഖത വന്നതും അതിനുശേഷം ഈ അവസ്ഥകളിലൂടെ കടന്നു പോകാൻ ഇടയായതുമെല്ലാം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. മറ്റ് ഒരു വലിയ വ്യാഖ്യാനങ്ങളോ ഇതിനകത്ത് തരാനായിട്ടില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എൻ്റെ പരിമിതമായ അറിവിൽ ഈ പുസ്തകത്തിലെ സംശയങ്ങൾ നിങ്ങളോട് പങ്കിടുവാനായിട്ട് പരിശ്രമിക്കാം. പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ?
രണ്ട് കൂട്ടർക്കാണ് ഒരു സംശയം ഇല്ലാത്തത്. ഒന്ന് എല്ലാം പഠിച്ചവർക്കും, രണ്ട് ഒന്നും അറിയാത്തവർക്കും. ഇതിലേത് ഗണത്തിലാണ് നമ്മളെന്ന് ദയവായി ഒന്ന് പറയാമോ? ഒരു കഥയായതുകൊണ്ട് ഒരുപക്ഷെ ഇതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊന്നും ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. പിന്നീടാണ് എന്നെ ജെറി ഓർമ്മിപ്പിച്ചത്, അതുപോലെ തന്നെ എബിച്ചേട്ടൻ ഓർമ്മിപ്പിച്ചത്. നമ്മള് രണ്ട് പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു, പ്രത്യേകിച്ച് എസ്ര, നെഹമ്യാവ്. ഈ രണ്ട് പുസ്തകങ്ങൾ പഠിച്ചതിന്റെ ഒരു എത്രത്തോളം പഠിച്ചു എന്ന് വിലയിരുത്താൻ തക്കവണ്ണം ഒരു ചെറിയ എക്സാം നടത്താറുണ്ട് എന്ന് പിന്നീട് എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഈ വരുന്ന വ്യാഴാഴ്ച നിങ്ങൾക്ക് എന്നോട് അറിയിച്ചത് 20 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ചെറിയ ചെറിയൊരു ക്വിസ് കോമ്പറ്റീഷൻ പോലെ നടത്താമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്രമീകരണം വരുന്ന ബുധനാഴ്ച ഉണ്ടായിരിക്കും. എസ്ര, നെഹമ്യാവ് അധ്യായങ്ങളിൽ ഉള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ കൂടെ എസ്ര, നെഹമ്യ അധ്യായങ്ങൾ വായിക്കാനും അതൊന്ന് പഠിക്കാനും വിലയിരുത്താനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം അറിയിക്കുകയാണ്. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കാരണം ഇതിൽ കൂടുതൽ ഈ പുസ്തകത്തിൽ നിന്നൊന്നും പറയാനായിട്ട് എനിക്ക് ഒന്നും പറയാനായിട്ട് ഇനി ഇല്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം ഇന്നത്തെ സെഷൻ. ബുധനാഴ്ച എപ്പോഴാ? ടൈം എപ്പോഴാ? ഞാൻ കൊച്ചമ്മയത് ജെറി ഇതിനകത്തുണ്ടോ? ഇതിന് മുമ്പ് എങ്ങനെ നടത്തിക്കൊണ്ടിരുന്നേ നിങ്ങളൊന്ന് പറയാമോ? എനിക്ക് ഇതിനെ പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മനസ്സിലായില്ല. സമയം നിങ്ങളുടെ പറഞ്ഞ ജെറി? 8:30 മുതൽ 9 മണി വരെ. 8:30 മുതൽ 9 മണി വരെ. എങ്ങനെയായിരിക്കും നടത്തുന്നത്? അത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാണ് സാധാരണ ചെയ്യാറുള്ളത്. നമ്മളുടെ പള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഉണ്ടാവും. ഓക്കെ. അത് ഷെയർ ചെയ്യാൻ 1/2 മണിക്കൂറിനുള്ളിൽ ആൻസർ ചെയ്യണം. അതെ. ആൻസർ ചെയ്ത് നമുക്ക് അയച്ചു തരണം അല്ലേ? അല്ല, അത് ഗൂഗിൾ മീറ്റ് വഴി സബ്മിറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എഴുതിയിട്ട് അച്ഛനെ ഒന്ന് ജസ്റ്റ് സെൻഡ് ചെയ്താലും മതി. കാണിക്കുന്നു. ആയിക്കോട്ടെ. അപ്പൊ ഇതാണ് അതിന്റെ ക്രമീകരണം. ബുധനാഴ്ചയല്ല കൊച്ചമ്മ, അടുത്ത വ്യാഴാഴ്ചയാണേ. വ്യാഴാഴ്ച 8 മണിക്കും 8:30ക്കും ഉള്ളിലായിട്ട്. ശരി അച്ഛാ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓർക്കണം. അതോടൊപ്പം തന്നെ വൈദികർക്ക് വേണ്ടി, മേൽപ്പട്ടക്കാർക്ക് വേണ്ടി ഒക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കുകയാണ്.